ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എ പീസ് ഓഫ് കേക്ക് എന്ന സ്റ്റോറിയുടെ രണ്ടാമത്തെ പാട്ടാണിത്. നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടോ? ഇനി മുതൽ നമ്മൾ പതുക്കെ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഒരു ദിവസം 3-4 പേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയില്ലേ? അപ്പോൾ ഈ ആനകൾ എവിടെയായിരുന്നു? ആനകൾ പാർക്കിലായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ലൂക്ക എന്താ പറഞ്ഞേ? എലിഫൻസ് ആർ ഓൾവേസ് ഫാറ്റ്. ആനകൾ എപ്പോഴും തടിച്ചിട്ടാ ഉണ്ടാവുക അല്ലേ? ഇനി അവർക്ക് തടി കുറക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. അടുത്ത പേജിലേക്ക് പോവാം. കോക്കനട്ട്സ്, ബിറ്റർ ഗേർഡ്സ്, സലാഡ്സ് എവറി ഡേ. കോക്കനട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങ. ബിറ്റർ ഗേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാവക്ക. സലാഡ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കുക്കുംബറൊക്കെ ഇട്ട് കഴിക്കൂലേ? അതിനാണ് സലാഡ് എന്ന് പറയുക. കോക്കനട്ട്സ്, ബിറ്റർ ഗേർഡ്, സലാഡ്സ് എവറി ഡേ. അവർക്ക് എന്നും തേങ്ങയും പാവക്കും സലാഡുമായിരുന്നു. അവർക്ക് എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു. ദ എലിഫന്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. ദ എലിഫന്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. ആനക്കുട്ടികൾക്ക് ആ ഭക്ഷണം മടുത്തു. ഫെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മടുത്തു. വി വാണ്ട് ടേസ്റ്റി ഫുഡ്. വി വാണ്ട് ടേസ്റ്റി ഫുഡ്. നമുക്ക് രുചിയുള്ള ഭക്ഷണം വേണം. വി വാണ്ട് എന്ന് പറഞ്ഞാൽ വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം. ഓക്കെ, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വേണം. ഇത് വേണ്ട. ദേ സെറ്റ് ടുഗെദർ. അവർ ഒരുമിച്ച് പറഞ്ഞു. ദേ സെറ്റ് ടുഗെദർ. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ദെൻ ദ ഡോർ ബെൽ റാങ്. ദെൻ ദ ഡോർ ബെൽ റാങ്. അപ്പോൾ അവിടെ ഒരു ഡോർ ബെൽ കേട്ടു. ഹൂ ഈസ് അറ്റ് ദി ഡോർ? ആരായിരിക്കും ആ ഡോറിനടുത്ത്? ആരായിരിക്കും? നോക്കാം. ദ ഡോർ ബെൽ റാങ്. ദ ഡോർ ബെൽ റാങ്. ഡോർ ബെല്ല് മുഴങ്ങി. ഈ ഡോർ ബെൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീട്ടിൽ ബെല്ല് ഉണ്ടാവൂലേ? സിറ്റ് ഔട്ടിലായിട്ട് ബെല്ല് ഉണ്ടാവൂലേ? അതിനെയാണ് ഡോർ ബെൽ എന്ന് പറയാ. ദ മദർ എലിഫന്റ് ഓപ്പൺഡ് ദ ഡോർ. ദ മദർ എലിഫന്റ് ഓപ്പൺഡ് ദ ഡോർ. അമ്മാന വാതിൽ തുറന്നു. ആരോ ബെല്ലടിക്കുമ്പോൾ അമ്മാന പോയി വാതിൽ തുറന്നു. ദ മദർ എലിഫന്റ് ഓപ്പൺഡ് ദ ഡോർ. ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ തുറന്നു. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു. ഇതാ നിങ്ങൾക്കൊരു പാർസൽ. ആ ഡോർ തുറന്നപ്പോൾ ആരോ കൊറിയർ കൊണ്ടുവന്നതാ. ഇതാ നിങ്ങൾക്കൊരു പാർസൽ. ദ എലിഫന്റ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് സെഡ്. ദ എലിഫന്റ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് സെഡ്. വാതിൽക്കലുണ്ടായിരുന്ന ആന പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു പാർസൽ എന്ന് ആ വാതിൽക്കലുണ്ടായിരുന്ന ആന പറഞ്ഞു. ഇറ്റ് വാസ് എ പാർസൽ ഫ്രോം ഗ്രാൻഡ്മ. ഇറ്റ് വാസ് എ പാർസൽ ഫ്രോം ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ആരാ? മുത്തശ്ശി. ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ടാണ്. ഓക്കെ, അതിനും പറയാം മുത്തശ്ശി എന്നാണ്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രോം ഗ്രാൻഡ്മ. അത് മുത്തശ്ശിയുടെ ഒരു പാർസലായിരുന്നു. ഇറ്റ് വാസ് എ പാർസൽ ഫ്രോം ഗ്രാൻഡ്മ. അത് മുത്തശ്ശിയുടെ പാർസലായിരുന്നു. വാട്ട് ഈസ് ഇൻസൈഡ്? വാട്ട് ഈസ് ഇൻസൈഡ്? ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ, അതിൻ്റെ അകത്ത്. വാട്ട് ഈസ് ഇൻസൈഡ്? അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? എവ്രി വൺ സ്റ്റേഡ് അറ്റ് ദി ബോക്സ്. എവ്രി വൺ സ്റ്റേഡ് അറ്റ് ദി ബോക്സ്. എല്ലാവരും ആ പെട്ടിയെ തുറിച്ചു നോക്കി. അതെന്താ സംഭവം എന്ന് പറഞ്ഞ് ഒരു ആകാംക്ഷയോടെ നോക്കി. ഓക്കെ, ദ ഫാദർ ഓപ്പൺഡ് ദ പാർസൽ. ദ ഫാദർ ഓപ്പൺഡ് ദ പാർസൽ. അച്ഛൻ ആ പാർസൽ തുറന്നു. അതെന്തായിരിക്കും അതിനുള്ളിൽ? ഇവിടെ ചോദ്യം കണ്ടോ? വാട്ട് ഈസ് ഇൻസൈഡ് ദി പാക്കറ്റ്? ആ പാക്കറ്റിനുള്ളിൽ എന്തായിരിക്കും? ഇവിടെ ഫോട്ടോയിൽ കാണാം അല്ലേ? പാർസൽ കാണാം. അതെന്തായിരിക്കും ആ പാർസലിൽ? അടുത്ത പേജിൽ നോക്കാം. നിങ്ങൾക്ക് ഈ വാക്കുകളും എൻ്റെ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇട്ടാൽ നിങ്ങൾ വരുമോ? നമുക്ക് കുറച്ച് വാക്കുകളും അതിൻ്റെ സ്പെല്ലിങ്ങും ഒക്കെ പഠിക്കാം. നിങ്ങൾ വരുമോ? നിങ്ങൾക്ക് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് ലൈവിൽ വരാൻ പറ്റുമോ ഇല്ലേ? എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇടണേ.
ഓക്കെ, വായിക്കാം. വാവ് എ കേക്ക്. വാവ് എ കേക്ക്. പെട്ടെന്ന് നമുക്ക് ഹാപ്പി ആവൂലേ? അപ്പോഴാണ് വാവ് എന്ന് പറയാം. വാവ് എ കേക്ക്. വാവ് ഒരു കേക്ക്. ആ പെട്ടിയിൽ എന്തായിരുന്നു? കേക്കായിരുന്നു അല്ലേ? ഫോട്ടോയിൽ കണ്ടോ? അതൊരു കേക്കായിരുന്നു അല്ലേ? അതിന് ചുറ്റും ആനക്കുട്ടികൾ ഇരുന്നതായിട്ട് കാണാം. അവരിനി ആ കേക്ക് കഴിക്കോ? അവരിനിയൊന്നും കഴിക്കൂല എന്നല്ല പറഞ്ഞത്. നോക്കാം നമുക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് കളിച്ചു. അവർക്ക് കുറേ ദിവസമായില്ലേ കേക്ക് കിട്ടിയിട്ട്. അവർക്ക് അങ്ങനെ ഒരു കേക്ക് കിട്ടിയപ്പോൾ അവർ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചു. വാട്ട് എ സ്വീറ്റ് സ്മെൽ. വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്തൊരു അടിപൊളി മണം. വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്തൊരു അടിപൊളി മണം. ലൂക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. ലൂക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തുമ്പിക്കൈ. ആനകളുടെ തുമ്പിക്കൈ ഇല്ലേ? അതിനാണ് ട്രങ്ക് എന്ന് പറയാ. ലൂക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. ലൂക്കാന ഇല്ലേ? ലൂക്കാന അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് കേക്കിൽ തൊട്ടു. ടച്ച്ഡ് എന്ന് പറഞ്ഞാൽ തൊട്ടു. ആ തുമ്പിക്കൈ കൊണ്ട് കേക്കിൽ തൊട്ടു. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്. അതിൻ്റെ കളർ നോക്കൂ എന്നാരാ പറഞ്ഞേ? ഡെല്ല സെഡ്. ഡെല്ല പറഞ്ഞു. എന്താ പറഞ്ഞേ? ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ. അറ്റ് ഇറ്റ്സ് കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ. നോക്കൂ അതിൻ്റെ കളർ. ഡെല്ല പറഞ്ഞു. There are flowers on it. There are flowers on it. Brown added. ബ്രൗൺ എന്താ പറഞ്ഞ്? There are flowers on it. കണ്ടോ? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കൾ അല്ലേ? പൂവിനെ അല്ലേ നമ്മൾ ഫ്ലവർ എന്ന് പറയാം. ഇവിടെ ഫ്ലവേഴ്സ് ആണ്. ഈ കേക്ക് കണ്ടോ? ഇതിലൊരുപാട് പൂക്കളുണ്ട് അല്ലേ? അതിനെയാണ് ഫ്ലവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു പൂവ് മാത്രമാണെങ്കിലോ? ഫ്ലവർ അല്ലേ? There are flowers on it. Brown added. അതിൽ പൂക്കളുണ്ട് എന്ന് ബ്രൗൺ കൂട്ടിച്ചേർത്തു. ആഡഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. ആദ്യം ഡെല്ല എന്താ പറഞ്ഞേ? അതിൻ്റെ കളർ നോക്കൂ എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ബ്രൗൺ പറഞ്ഞു അതിൽ പൂക്കളുണ്ട് എന്ന് അതിലേക്ക് കൂട്ടിച്ചേർത്തു. ഡെല്ല പറഞ്ഞതിന് ബ്രൗൺ കൂട്ടിച്ചേർത്തു. അതിനാണ് ആഡഡ് എന്ന് പറയാം. ഓക്കെ. മോം പ്ലീസ് കട്ട് ഇറ്റ്. മോം പ്ലീസ് കട്ട് ഇറ്റ്. അമ്മേ ദയവായി ഇത് മുറിക്കൂ. അമ്മേ ദയവായി ഇത് മുറിക്കൂ. പ്ലീസ് കട്ട് ഇറ്റ്. ഐ വാണ്ട് കേക്ക് നൗ. ഐ വാണ്ട് കേക്ക് നൗ. എനിക്കിപ്പോൾ കേക്ക് വേണം. വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. എനിക്ക് ഇപ്പോൾ കേക്ക് വേണം. പ്ലീസ് അതൊന്ന് കട്ട് ചെയ്. ദ ബേബി എലിഫന്റ് ക്രൈഡ്. ദ ബേബി എലിഫന്റ് ക്രൈഡ്. ആ കുഞ്ഞാന കരഞ്ഞു. അമ്മേ പ്ലീസ് ഇതൊന്ന് കട്ട് ചെയ്, എനിക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞ് ആ കുട്ടിയാന കരഞ്ഞു. ദ മദർ ക്യാം നിയർ. ദ മദർ ക്യാം നിയർ. അമ്മ അടുത്തു വന്നു. ക്യാം എന്ന് പറഞ്ഞാൽ വന്നു. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ആ അമ്മ അടുത്ത് വന്നു. ദ മദർ ക്യാം നിയർ. ഷീ സ്മെല്ലഡ് ദ കേക്ക്. ഷീ സ്മെല്ലഡ് ദ കേക്ക്. അവൾ ആ കേക്കിനെ മണത്തു. സ്മെല്ലഡ് എന്ന് പറഞ്ഞാൽ മണത്തു. നമ്മൾ മണത്തു നോക്കൂലേ? അതുപോലെ ആ അമ്മ ആ കേക്കിനെ മണത്തു നോക്കി. ഷീ സ്മെല്ലഡ് ദ കേക്ക്. ആ കേക്കിനെ മണത്തു നോക്കി. കൊള്ളാവോ എന്നായിരിക്കോ നോക്കിയേ? അടിപൊളി ആയിക്കോ കേക്ക് എന്നായിരിക്കോ നോക്കിയേ? ഇവിടെ ഒരു ചോദ്യം കണ്ടോ? വാട്ട് വിൽ ദ മദർ ഡു? വാട്ട് വിൽ ദ മദർ ഡു? അമ്മ എന്ത് ചെയ്യും എന്നാ ചോദിച്ചേ. എന്ത് ചെയ്യും? ഈ കേക്കിന് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുമോ? നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ? എന്തെങ്കിലും കിട്ടിയാൽ അമ്മ എല്ലാവർക്കും വീതിച്ച് കൊടുക്കും അല്ലേ? അതുപോലെ ആയിരിക്കും ആന? നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയാണോ വീതിച്ച് കൊടുക്കാറ്? കേക്കോ മറ്റെന്തെങ്കിലും സാധനം ഉണ്ടാവൂലേ?
അതിന് അമ്മയാണോ വീതിച്ച് കൊടുക്കാറ്? എൻ്റെ വീട്ടിലൊക്കെ അമ്മയാണ് കേട്ടോ. നിങ്ങളെ വീടുകളിൽ ഇങ്ങനെയാണോ? അമ്മ എല്ലാവർക്കും വീതിച്ച് കൊടുക്കാറാണോ? അല്ല നിങ്ങൾ തന്നെ എടുക്കുമോ? നോക്കാം, എന്ത് ചെയ്യും നോക്കാം. ഇറ്റ്സ് യമ്മി. ഇറ്റ്സ് യമ്മി. അവിടെ എച്ച് എം 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 കണ്ടോ? അത് നമ്മൾ മൂളൂലേ? എന്ന് മൂളൂലേ? അതിനെയാണ് അങ്ങനെ എഴുതാം. ഓക്കെ, ഇറ്റ്സ് യമ്മി. ആന ഇപ്പൊ എവിടെയാ ഉള്ളത്? കേക്കിനടുത്താണ്. ഇത് കൊള്ളാം, അടിപൊളിയാ. യമ്മി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ടേസ്റ്റ് ഉള്ള ഫുഡില്ലേ? സ്വാദിഷ്ടമായ ഭക്ഷണം എന്നൊക്കെ പറയൂലേ? നല്ല രസമുള്ള ഭക്ഷണം എന്നൊക്കെ പറയൂലേ? അതിനെയാണ് യമ്മി എന്ന് പറയാം. ഓക്കെ, ഇത് നല്ല അടിപൊളിയാണ്, യമ്മിയാണ്. ബട്ട് എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദി മദർ. ബട്ട് എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദി മദർ. പക്ഷെ എല്ലാവരും അമ്മയെ നോക്കി. എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദി മദർ. എല്ലാവരും അമ്മയെ നോക്കി. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മൾ ഇത് കഴിക്കില്ല. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മൾ ഇത് കഴിക്കില്ല. ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്. ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്സ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? അതിഥികൾ, വിരുന്ന് വരൂലേ? അവരെയാണ് ഗസ്റ്റ് എന്ന് പറയാം. ഇത് ഗസ്റ്റിന് വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ആരെങ്കിലും വിരുന്ന് വന്നാലോ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാം. ദ മദർ സെഡ്. അമ്മ പറഞ്ഞു. എന്താ പറഞ്ഞേ? ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്. ഇത് ഗസ്റ്റിനായി നമുക്ക് മാറ്റി വെക്കാം എന്ന് അമ്മ പറഞ്ഞു. ഷീ പുട്ട് ദി കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഷീ പുട്ട് ദി കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അവൾ ആ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇതാരെങ്കിലും വിരുന്ന് വന്നാലോ അവർക്കായി നമ്മൾ കഴിക്കുന്ന വേണ്ട എന്ന് പറഞ്ഞ് ആ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഈ ഫോട്ടോയിൽ കണ്ടോ? അമ്മാന ഫ്രിഡ്ജ് തുറന്ന് കേക്ക് വെക്കുന്നതായിട്ട് കാണാം അല്ലേ? ബാക്കിയുള്ള ആനകളെ നോക്കിക്കേ, അവർ വളരെ സങ്കടത്തിലാ അല്ലേ? നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യോ? അച്ഛനോ അല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അമ്മ എടുത്തത് ഫ്രിഡ്ജിൽ വെക്കുമോ? അല്ല നിങ്ങൾക്ക് കഴിക്കാൻ തരുമോ? ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ? വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ? ഈ ആനക്കുട്ടികളെ കണ്ടോ? അവർ ഇനി എന്ത് ചെയ്യും? എന്തായിരിക്കും ചെയ്യുക? നമ്മളൊക്കെ എന്താ ചെയ്യുക? അമ്മയുടെ അടുത്ത് പോയി കരയും. എനിക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞ് കരയും അല്ലേ? ആനക്കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക? നോക്കാം. ഓൾ വെർ തിങ്കിങ് അബൌട്ട് ദി സ്വീറ്റ് കേക്ക്. ഓൾ വെർ തിങ്കിങ് അബൌട്ട് ദി സ്വീറ്റ് കേക്ക്. അവരെല്ലാവരും ആ മധുരമുള്ള കേക്കിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. They talked about the cake the whole day. They talked about the cake the whole day. അവർ ദിവസം മുഴുവനും ആ കേക്കിനെ കുറിച്ച് സംസാരിച്ചു. The whole day എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവനും. ഓക്കെ, അവർ ആ ദിവസം മുഴുവനും കേക്കിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഇവിടെ ഒരു ചോദ്യം കണ്ടോ? What will they talk about the cake? What will they talk about the cake? കേക്കിനെ കുറിച്ച് അവർ എന്താ സംസാരിക്കുക? അവരെന്തായിരിക്കും പറയുക? നോക്കാം. ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. ഇതിനെ സൂപ്പർ എന്ന് വായിക്കല്ലേ, ഇതിനെ വായിക്കുക സപ്പർ എന്നാണ്. ഓക്കെ, സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴം, രാത്രി ഭക്ഷണം എന്ന് പറയൂലേ? രാത്രി ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും കിടന്നു. ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. രാത്രി ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും കിടന്നു. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്? വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്? എപ്പോഴാണ് ഒരു ഗസ്റ്റ് നമ്മളെ കാണാൻ വരിക? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്. ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്. ആനക്കുട്ടി ചോദിച്ചു. എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം എന്തേ? ഗസ്റ്റ് വന്നാലേ ആ കേക്ക് അവർക്ക് കിട്ടൂ അല്ലേ? വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്? ഇനി എപ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് നമ്മളെ കാണാൻ വരിക എന്ന് ആനക്കുട്ടി ചോദിച്ചു. വൈ? വൈ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ട് എന്നാണ്. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? നിങ്ങൾക്ക് എന്തിനാണ് ഗസ്റ്റ്? ഒരു വിരുന്നുകാർ എന്തിനാണ് നിങ്ങൾക്ക്? ബ്രൗൺ ആസ്ക്ഡ്. ബ്രൗൺ ആസ്ക്ഡ്.
ബ്രൂണോ എന്താ ചോദിച്ചേ? വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? നിങ്ങൾക്ക് എന്തിനാണ് ഒരു ഗസ്റ്റ് എന്തിനാ? മോം വിൽ കട്ട് ദി കേക്ക് ദെൻ സെഡ് ദി ബേബി എലിഫന്റ്. മോം വിൽ കട്ട് ദി കേക്ക് ദെൻ സെഡ് ദി ബേബി എലിഫന്റ്. അമ്മ കേക്ക് മുറിക്കും എന്നാരാ പറഞ്ഞേ? സെഡ് ദി ബേബി എലിഫന്റ്. ആനക്കുട്ടി പറഞ്ഞു. ആരെങ്കിലും വന്നാലേ അമ്മ കേക്ക് മുറിക്കത്തുള്ളൂ എന്ന് ആനക്കുട്ടി പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്, ലൂക്ക് സെഡ്. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്, ലൂക്ക് സെഡ്. ഇതൊരു സ്പോഞ്ച് കേക്കാണ്, ലൂക്ക് പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്. ഇതൊരു സ്പോഞ്ച് കേക്കാണ്, ലൂക്ക് പറഞ്ഞു. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ആ പൂക്കളില്ലേ, അത് പഞ്ചസാര കൊണ്ടുണ്ടാക്കിയതാണ്. ആ കേക്കിലെ കഥയാണ് പറയുന്നത്. ആ കേക്കിൽ ഫ്ലവേഴ്സ് ഉണ്ടായില്ലേ, അത് പഞ്ചസാര കൊണ്ടുണ്ടാക്കിയതാണ്. ഡെല്ല ലിക്വിഡ് ഹെർ ലിപ്സ്. ഡെല്ല ലിക്വിഡ് ഹെർ ലിപ്സ്. ഡെല്ല ചുണ്ടുകൾ നക്കി. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നക്കി എന്നാണ്. ഇപ്പം കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വായിൽ നിന്ന് വെള്ളം വരൂലേ, അതുപോലെ ഡെല്ലയുടെ വായിൽ നിന്ന് വെള്ളം വന്നു. ഡെല്ല അങ്ങനെ ചുണ്ടുകൾ നക്കി. നമ്മൾ നക്കൂലേ, അതുപോലെ ഡെല്ലയും നക്കി. എവ്രി വൺ തോട്ട് അബൌട്ട് ദി കേക്ക്. എവ്രി വൺ തോട്ട് അബൌട്ട് ദി കേക്ക്. എല്ലാവരും കേക്കിനെ കുറിച്ച് ചിന്തിച്ചു. എല്ലാവരുടെ മനസ്സിൽ കേക്ക് തന്നെയായിരുന്നു. ദേ കുഡ് നോട്ട് സ്ലീപ്പ്. ദേ കുഡ് നോട്ട് സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർ കേക്കിൽ തന്നെയായിരുന്നു. അവർക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേ കുഡ് നോട്ട് സ്ലീപ്പ്. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവരുടെ മനസ്സൊക്കെ എവിടെയായിരുന്നു? കേക്കിലായിരുന്നു. ഈ ഫോട്ടോ കണ്ടോ? എല്ലാവരും ചിന്തയിലാണ്. എന്താ അവരുടെ ചിന്ത? എന്താ? കേക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ? അത് എന്ത് ഫ്ലേവർ കേക്കായിരിക്കും? ആ പൂക്കൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ? അവരിങ്ങനെയുള്ള ചിന്തയിലാണ് അല്ലേ? ഇവിടെ ഒരു ചോദ്യം കണ്ടോ? വിൽ ദ മദർ ഗിവ് ദം ദ കേക്ക്? വിൽ ദ മദർ ഗിവ് ദം ദ കേക്ക്? അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമോ? കൊടുക്കുമായിരിക്കോ? എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കിയാലോ? ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.